ടിനി ടോമിനെതിരായ പരാതിയിൽ നേരിട്ട് ഹാജരാകാൻ നടി അൻസിബയ്ക്ക് താരസംഘടനയായ അമ്മയുടെ നിർദ്ദേശം. ജൂൺ 1-നും 3-നും നേരിട്ടെത്താനാണ് നിർദ്ദേശം. തെളിവുകൾ ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നിൽ സമർപ്പിക്കാനും അൻസിബയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന് അൻസിബ അമ്മ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. രമേശ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ സമിതിയിൽ വേണമെന്നാണ് അൻസിബയുടെ ആവശ്യം. ആര്യ വിനോദ് വിവരങ്ങൾ നൽകും. ആര്യ, ഇതിൽ പരാതിയുമായി അമ്മ നേതൃത്വത്തിന് മുൻപാകെ എത്താൻ പോവുകയാണ് അൻസിബ. ഇതിലിപ്പോൾ ആരോപണം തെളിയിക്കുക കൂടി വേണ്ടി വരില്ലേ അൻസിബയ്ക്ക്? തീർച്ചയായിട്ടും ദിവ്യ, തെളിവുകൾ ഉണ്ടെങ്കിൽ അതും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എത്തിക്കണം എന്നുള്ളതാണ് അമ്മയുടെ നിർദ്ദേശം അൻസിബയ്ക്ക് നൽകിയിരിക്കുന്നത്. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നേരിട്ടെത്താറാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ ഒരു അൻസിബയുടെ പരാതി കേൾക്കും എന്നുള്ളതാണ്. പക്ഷെ തെളിവുകളടക്കം ഹാജരാക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അൻസിബ മറുപടി നൽകിയിട്ടുണ്ട്. തന്നെ നിഷ്പക്ഷമായി തന്നെ കേൾക്കണം, അതുപോലെ തന്നെ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ നടത്തണം എന്നുള്ളത് കൂടി അൻസിബയുടെ മറുപടിയിൽ പറയുന്നുണ്ട്. തന്റെ പരാതിയിൽ പ്രത്യേക സമിതി രൂപീകരിക്കാനും കൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രമേശ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടുന്ന ഒരു സമിതി കൂടെ രൂപീകരിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു ഹിയറിംഗ് നടത്തേണ്ടത് എന്നുള്ളതാണ് അൻസിബയുടെ ആവശ്യം. ജൂൺ 1 അല്ലെങ്കിൽ 7 ശേഷമായിരിക്കും ഹാജരാവുക എന്നുള്ളതാണ് അൻസിബ അറിയിച്ചിരിക്കുന്നത്. ശരി, ആര്യ വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.